വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ കല്ലൂർ സ്വദേശി രാജു കൊല്ലപ്പെട്ടതിൽ വൻ പ്രതിഷേധം. കോഴിക്കോട് കൊല്ലകൽ ദേശീയപാത കടന്നുപോകുന്ന കല്ലൂർ ടൗൺ നാട്ടുകാർ ഉപരോധിച്ചു. രാജുവിന്റെ വീട് സന്ദർശിക്കാനെത്തിയ മന്ത്രി OR കേളുവിനെ പ്രതിഷേധക്കാർ തടയാൻ ശ്രമിച്ചു. കൊല്ലപ്പെട്ട രാജുവിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകാൻ സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി. സാധാരണ കൊടുക്കുന്ന 10 ലക്ഷം രൂപ ഒന്ന് കൊടുക്കും. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ 10 ലക്ഷം കൊടുക്കും. ഇൻഷുറുമായി ബന്ധപ്പെട്ടിട്ട് അധികം 1 ലക്ഷം കൂടി കൊടുക്കും. ഉള്ള വീട് വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അവർക്ക് പുതിയ ഒരു വീട് അനുവദിച്ചു കൊടുക്കും. കുട്ടിക്ക് വിദേശത്തോ അല്ലെങ്കിൽ സ്വദേശത്തോ ചേർന്ന് പഠിക്കാനുള്ള സാമ്പത്തിക സഹായം ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുക്കും. ഓന് IT പാസ്സായ കുട്ടിയാണ്. അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ജോലി മോന് കൊടുക്കും. ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് കോർപ്പസ് ഫണ്ടിൽ ഉൾപ്പെടുത്തി ആ റോഡ് എല്ലാവർക്കും കൂടിയിട്ട്, അവർക്ക് വേണ്ടി മാത്രമല്ല, പൊതുവേ ആ പ്രദേശത്ത് താമസിക്കുന്ന നമ്മളെല്ലാ ട്രൈബൽ കുടുംബങ്ങൾക്ക് യോജിക്കുന്ന രീതിയിലുള്ള ടാറിങ് ചെയ്ത് അങ്ങോട്ടുള്ള ഭാഗം കൂടി നമ്മൾ ടാർ ചെയ്ത് കൊടുക്കും. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകും. സുർജിത്ത്, മരിച്ച രാജുവിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം, ഒപ്പം കുടുംബത്തിൽ ഒരാൾക്ക് ജോലി, മക്കളുടെ ഉപരിപഠനത്തിന് സഹായം അടക്കമുള്ള കാര്യങ്ങളാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. കല്ലൂരിൽ എന്ത് തരത്തിലുള്ള മറ്റിടപെടലുകൾ ഉണ്ടാകുമെന്നാണ് ഇന്നത്തെ സർവകക്ഷി യോഗത്തിലുണ്ടായ തീരുമാനം? മന്ത്രി വ്യക്തമാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് സുർജിത്ത്? നിലവിൽ പ്രതിഷേധം അവസാനിച്ചിരിക്കുകയാണ്. മൃതദേഹം മാറോടേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഏതാണ്ട് 4 കിലോമീറ്റർ അകലെയാണ് ഈ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാജുവിൻ്റെ വീട്. അവിടേക്ക് മൃതദേഹം കൊണ്ടുപോയിട്ടുണ്ട്. ഇനി സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെയാണ് നടക്കുന്നത്. പ്രധാനമായും സർവകക്ഷി യോഗത്തിൽ ഉയർന്ന ആവശ്യങ്ങളെല്ലാം തന്നെ അതുമായി ബന്ധപ്പെട്ട തീരുമാനമാണ് വന്നിരിക്കുന്നത്. 10 ലക്ഷം രൂപ ധനസഹായം അടിയന്തരമായി കുടുംബത്തിന് ലഭ്യമാക്കും. 1 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുക ലഭ്യമാക്കും. അതോടൊപ്പം തന്നെ വീട് പണിയാനുള്ള സഹായങ്ങൾ ലഭ്യമാക്കും. കൂടുതൽ ധനസഹായത്തിനുള്ള ശുപാർശ സർക്കാരിലേക്ക് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ കൂടി, അതായത് ആ മേഖലയിലേക്കുള്ള റോഡ് മോശം സാഹചര്യമാണുള്ളത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉടൻ തന്നെ നവീകരിക്കാനുള്ള നടപടികളിലേക്ക് കടക്കും എന്നുള്ള കാര്യത്തിലുള്ള തീരുമാനമുണ്ടായിട്ടുണ്ട്. ഒപ്പം മക്കളുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനുള്ള നടപടികൾക്ക് സർക്കാരിൻ്റെ സഹായമുണ്ടാകും. കുടുംബത്തിലെ ഒരാൾക്ക് ജോലി നൽകും. ആ ജോലി സ്ഥിരപ്പെടുത്താനുള്ള ശുപാർശയും ഉണ്ടാകും എന്നുള്ള കാര്യത്തിലും തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മകൻ രാജുവിൻ്റെ സഹോദരൻ വാസുവിൻ്റെ മകനായിട്ടുള്ള ബിജു ഇതുപോലെ തന്നെ സമാനമായ രീതിയിൽ കാട്ടാന ആക്രമണത്തിന് വിധേയനായ ശേഷം പരിക്കേറ്റ് അരയ്ക്ക് താഴെ 5 വർഷമായി തളർന്ന നിലയിൽ 5 വർഷമായി കിടക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ട ചികിത്സാ സഹായം ലഭ്യമാക്കാനുള്ള നടപടികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ലഭ്യമാക്കാനുള്ള ഇടപെടലും ഉണ്ടാകണമെന്നുള്ള നിർദ്ദേശം സർവകക്ഷി യോഗം മുന്നോട്ട് വെച്ചു. ഈ യോഗത്തിൽ ഈ കാര്യങ്ങളാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ തീരുമാനങ്ങൾ ഇവിടെ വന്ന് മന്ത്രി OR കേളു തന്നെ പ്രഖ്യാപിച്ചു. ഇതിനുശേഷമാണ് സമരം അവസാനിച്ചത്. ഇന്ന് രാവിലെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നിരുന്നത്. മൃതദേഹം ഇവിടെ വെച്ചുകൊണ്ട്, ഈ റോഡിൽ ദേശീയപാതയിൽ വെച്ചുകൊണ്ടാണ് പ്രതിഷേധം ഉയർന്നത്. ഇതുമൂലം ദേശീയപാതയിൽ കഴിഞ്ഞ 3 മണിക്കൂറോളമായി ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ്. അത്തരത്തിലൊരു പ്രതിഷേധത്തിന്റെ സാഹചര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ പ്രതിഷേധത്തിന് അയവ് വന്നിരിക്കുന്നു. മൃതദേഹം മാറോടേക്ക് കൊണ്ടുപോകുന്നു. അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഇദ്ദേഹത്തിന് ഭാര്യയും 2 മക്കളുമാണ് ഉള്ളത്. ഒരു മൂത്തയാൾക്ക് 21 വയസ്സാണ്. സുർജിത്ത്, വയനാട്ടിൽ മരിച്ച കല്ലൂരിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച ആളുടെ കുടുംബത്തിന് ഇപ്പോൾ സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന പ്രതിഷേധമൊക്കെ ഇപ്പോൾ ശമിച്ചിരിക്കുന്ന സാഹചര്യമാണ്.